ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ദ്രജയുടെ കയ്യിലേക്ക് ഗുണ്ടകൾ കൊണ്ടുവന്നു കൊടുത്ത ആ സ്വർണ്ണാഭരണ പെട്ടി കണ്ട് ഇന്ദ്രജ വലിയ സന്തോഷത്തിലായി. എന്തായാലും എനിക്ക് എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. എന്തായാലും നിങ്ങൾക്കുള്ള സമ്മാനം ദാ ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ദാ നോക്കിക്കോ, അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും. വന്നില്ലേ എന്ന് ചോദിച്ചിട്ടും ഉടനെ ആ ഗുണ്ട തന്റെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയിട്ട് വന്നിട്ടുണ്ട് മേഡം എന്ന് സന്തോഷത്തോടെ അറിയിച്ചു. മേഡം, അല്ല മേഡം എന്താ ചിരിക്കുന്നേ എന്ന് ഇന്ദ്രജ തനിച്ചെന്ന് ചിരിക്കുന്നത് കണ്ട് അയാൾ ചോദിച്ചതും ഇന്ദ്രജ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, നന്ദിനി അവൾക്ക് കാലിനും തലയ്ക്കുമൊക്കെ പരുക്കുകൾ സംഭവിച്ച് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവളുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ആ ഗുണ്ട ചോദിച്ചു, അല്ല മേഡം, മേഡം ആ പെട്ടി തുറന്ന ആഭരണങ്ങൾ നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞതും ഓ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് വേഗം തന്നെ ആ പെട്ടി തുറന്നു നോക്കി ഇന്ദ്രജ ഞെട്ടിപ്പോകുന്നു. ഇന്ദ്രജയുടെ കയ്യിൽ കിട്ടിയ ആ പെട്ടിയിൽ ഒന്നും തന്നെ ഇല്ല എന്നും അത് ശൂന്യമായ പെട്ടിയാണെന്ന് കണ്ടതോടെ ഇന്ദ്രജ ഞെട്ടി. ഉടനെ ഗുണ്ട ചോദിച്ചു, എന്ത് പറ്റി മേഡം, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇന്ദ്രജ പറഞ്ഞു, ഇതിനകത്ത് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചതും ദാ പെട്ടിയല്ലേ മേഡം ഇത്, ഇതിനകത്തല്ലേ ആഭരണങ്ങൾ ഉള്ളത്, അതിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഇന്ദ്രജ പറഞ്ഞു, ഇല്ല മേഡം, ദാ അതിനകത്തുണ്ട്, മേഡം നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോ ഹിഡോ ഇതിനകത്തൊന്നും ഇല്ല, ഇത് വെറും പെട്ടി മാത്രമാ എന്ന് ഇന്ദ്രജ അറിയിച്ചു. ഉടനെ നിങ്ങൾക്കാണ് എന്തോ തെറ്റ് സംഭവിച്ചത്, ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്ദ്രജ കലിതുള്ളിയതും ഗുണ്ടകൾ പറഞ്ഞു, ഇന്ദ്രജ മേഡം, മേഡം അയച്ചതെന്ന ആ നമ്പറിലുള്ള കാർ തന്നെയാണ് ഞങ്ങൾ തടഞ്ഞു നിർത്തിയതും. അതിലുണ്ടായിരുന്ന ആ സ്ത്രീയെ പിടിച്ചു വലിച്ച് അവളുടെ കയ്യിൽ നിന്നാണ് ഈ പെട്ടി ഞങ്ങൾ കൈക്കലാക്കിയത്. എന്നാൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും എന്ന് അവർ ആശങ്കപ്പെട്ടു. ഇന്ദ്രജ കലിയോടെ തന്റെ കയ്യിലിരുന്ന ആ സൂട്ട് കേസ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിയുമ്പോൾ കൃത്യമായി അത് ഇന്ദ്രജയുടെ അച്ഛൻ മാധവൻ നമ്പ്യാരുടെ കാൽച്ചുവട്ടിലേക്ക് വന്ന് വീഴുന്നു. മാധവൻ നമ്പ്യാർ ദേഷ്യത്തോടെ നോക്കുമ്പോൾ ഇന്ദ്രജ അരികിൽ നിന്ന ഗുണ്ടകളോട് പൊയ്ക്കോളാനായി അറിയിച്ചു. അവർ ഉടനെ തന്നെ ശരി മേഡം എന്ന് പറഞ്ഞ് അവിടുന്ന് ഭയത്തോടെ അവർ പോകുമ്പോൾ മാധവൻ നമ്പ്യാർ നേരെ ഇന്ദ്രജയുടെ അരികിലേക്ക് എത്തി ദേഷ്യപ്പെട്ടു. വന്ന് നീ ഇപ്പോ ഈ തല്ലും ആടിയും പിടിയുമായി നടക്കുന്ന ഗുണ്ടകളെ വരെ എന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള അവസരമൊരുക്കി അല്ലേ? ഇത് എന്റെ വീടാണ്, ഈ മാധവൻ നമ്പ്യാരുടെ വീട്. ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അരങ്ങേറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മാധവൻ നമ്പ്യാർ താക്കീത് ചെയ്യുമ്പോൾ ഇന്ദ്രജ പറഞ്ഞു, ഇത് എന്റെ കൂടി വീടാണ് എന്ന്. അത് കേട്ട ഉടനെ മാധവൻ നമ്പ്യാർ പറഞ്ഞു, നിന്റെ കൂടെ വീടാണെങ്കിൽ ആ രീതിയിൽ ഇവിടെ നീ നിൽക്കണം, ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ കഴിയണം, എന്നാൽ മാത്രമേ ഈ വീട് നിന്റേത് കൂടി ആവുള്ളൂ. എന്താ നിനക്കതിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ ഇന്ദ്രജ പറഞ്ഞു, എനിക്ക് ഈ വീട്ടിലുള്ള അവകാശം ഞാൻ നേടിയെടുത്തോളാം. അത് കേട്ട ഉടനെ മാധവൻ നമ്പ്യാർ ഇന്ദ്രജയോട് പറഞ്ഞു, അങ്ങനെ നിനക്കുള്ള അവകാശം ഈ വീട്ടിൽ നിന്ന് നീ നേടിയെടുക്കണമെങ്കിൽ ഇപ്പോഴും ഈ വീട് ഈ മാധവൻ നമ്പ്യാർ എന്ന് പറയുന്ന എന്റെ പേരിലാണ്. ഞാൻ ചിന്തിക്കും ഇത് ആർക്ക് കൊടുക്കണമെന്ന്. എന്റെ സൽസ്വഭാവികളെ അല്ലാതിരുന്ന എന്റെ പെൺമക്കൾക്ക് ഇത് പങ്കുവെച്ച് നൽകണോ വേണ്ടിയോ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആലോചിക്കുന്നുണ്ട് എന്ന് മാധവൻ നമ്പ്യാർ ഇന്ദ്രജയെ താക്കീത് ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഇനിയും നിൽക്കുമ്പോ ഞാൻ പറഞ്ഞതനുസരിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്കും പിന്നെ ഈ വീട്ടിൽ സ്ഥാനമുണ്ടാവുകയില്ല. എന്റെ ഇളയ മകളോട് ഞാൻ എങ്ങനെയാണോ പെരുമാറിയിരുന്നത്, എന്റെ ഇളയ മകളെ ഞാൻ എഴുതി തള്ളിയതുപോലെ തന്നെ എന്റെ മൂത്ത മകളെയും ഞാൻ അങ്ങ് എഴുതി തള്ളും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാധവൻ നമ്പ്യാർ പോകുന്നു. ഇന്ദ്രജ മാധവൻ നമ്പ്യാരുടെ വാക്കുകൾ കേട്ട് കലിയോടെ നിൽക്കുമ്പോഴാണ് കാർത്തിക്കും രാമേട്ടനും കൂടി ചെമ്പകമംഗലത്തേക്ക് സാവിത്രിയെ ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. ഡോറ് തുറന്നതും സാവിത്രിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാതെ രാമേട്ടനോട് എന്നെ ഒന്ന് സഹായിക്കുക എന്ന് അറിയിച്ചു. പതുക്കെ കാർത്തിക് സാവിത്രിയെ പുറത്തേക്ക് ഇറങ്ങാനായി സാവിത്രിയുടെ കൈകളിൽ പിടിക്കുന്നു. രാമേട്ടനും കാർത്തിക്കും കൂടി സാവിത്രിയെ പതുക്കെ പുറത്തേക്ക് ഇറക്കുമ്പോൾ അത് കണ്ട് അവിടേക്ക് എത്തിയ രാജലക്ഷ്മി അമ്മ ഓടിയെത്തുന്നു. പിന്നാലെ മീനാക്ഷിയും അവിടേക്ക് എത്തി. പതുക്കെ സാവിത്രിയെ പുറത്തേക്ക് രണ്ട് കൈകളിലും പിടിച്ചുകൊണ്ട് രാമേട്ടനും കാർത്തിക്കും കൂടി കൊണ്ടുവരുമ്പോ രാജലക്ഷ്മി അമ്മയും മീനാക്ഷിയും അവിടേക്ക് ഓടിയെത്തി. രാമേട്ടൻ അരികിലേക്ക് എത്തി രാജലക്ഷ്മി അമ്മ ചോദിച്ചു, എന്താ മോനെ, എന്താ ഇത്രയൊക്കെ സംഭവിച്ചോ എന്ന് ചോദിച്ചപ്പോ സാവിത്രി ആരാ ഇതൊക്കെ ചെയ്തത് എന്ന് രാജലക്ഷ്മി അമ്മ ആശങ്കയോടെ രാമേട്ടനോട് ചോദിക്കുമ്പോ രാമേട്ടൻ പറഞ്ഞു, എന്റെ അമ്മേ, ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന കാര്യമൊന്നും പറയല്ലേ, ഇതൊക്കെ ആരാ ചെയ്തെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. സാവിത്രി ഞങ്ങളെ വിളിച്ചപ്പോഴല്ലേ അമ്മേ ഞങ്ങൾ ചെന്നത്, പിന്നെ ആകെ വിഷമമായി പോയി ഇങ്ങനെ ഒരു അവസ്ഥയെ കണ്ടപ്പോ എന്ന് രാമേട്ടൻ കളിയാക്കി പറയുമ്പോ മീനാക്ഷിക്ക് ആ കാഴ്ച കണ്ടതും ചിരി വരുന്നു. മീനാക്ഷിയെ പതുക്കെ ചിരി അടക്കി പിടിച്ചങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോഴേക്കും സാവിത്രി ദേഹത്തെ എല്ലുകളെല്ലാം നുറുങ്ങിയതുപോലെ വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞ്
സാവിത്രി അങ്ങനെ നിന്നപ്പോ മീനാക്ഷി മനസ്സിൽ പറഞ്ഞു, അതെ, നിങ്ങൾ ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള തിരിച്ചടികളാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് മീനാക്ഷി അങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് മാലതി ഓടിയെത്തി. അയ്യോ, ഇതെന്താ, എന്താ ഇത്രയൊക്കെ സംഭവിച്ചിരുന്നോ? സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല കേട്ടോ. ഇവിടെ നിന്ന് തുള്ളിച്ചാടി ബാങ്കിലേക്ക് പോയതല്ലേ, എന്നിട്ട് ഈ അവസ്ഥയിലായില്ലേ എന്നൊക്കെ പറയുമ്പോ മീനാക്ഷിയെയും മാലുവിനെയും നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ആക്കിയതാണല്ലേ എന്ന് മാലുവിനോട് ചോദിച്ചതും മാലു പറഞ്ഞു, അല്ലേ ചേച്ചി, ഞാൻ എങ്ങനെയാ ആക്കുന്നേ? സത്യത്തിലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഈ ചേച്ചി പറഞ്ഞതുപോലെ ഇവിടെ മീനാക്ഷിക്ക് ചേച്ചിയെ ആക്കുന്നതിനുമൊക്കെ ഒരു കാരണമുണ്ടെന്ന് പറയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? നമ്മൾ തമ്മിൽ അതിന് എന്ത് ശത്രുതയാ ഉള്ളത്? നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലല്ലോ എന്നൊക്കെ മാലു പറയുന്നത് കേട്ട് രാജലക്ഷ്മി അമ്മ സാവിത്രിയോട് ചോദിച്ചു, അല്ല എന്നിട്ട് ആ ആഭരണങ്ങളൊക്കെ എന്തു പറ്റി? ആഭരണങ്ങൾ അവര് കൊണ്ടുപോയോ എന്ന് ചോദിച്ചപ്പോ മീനാക്ഷി പറഞ്ഞു, അതൊക്കെ കൊണ്ടുപോയി കാണുമമ്മേ. അല്ലെങ്കിലും ഇത്രത്തോളം അഹങ്കാരമുള്ള ആളുകളെ അങ്ങനെയൊന്നും ദൈവം വെറുതെ വിടില്ലല്ലോ. ഓരോ പ്രവർത്തികൾ ചെയ്തു കൂട്ടുന്നതിനുള്ള ശിക്ഷ ദൈവം തീർച്ചയായിട്ടും കൊടുക്കാതിരിക്കുമോ എന്നൊക്കെ മീനാക്ഷിയും പറയുന്നത് കേട്ട് ഉടനെ സാവിത്രി പറഞ്ഞു, അതെ, എത്ര പേരാ എന്നെ അവിടെ തല്ലാനെത്തിയതെന്ന് എനിക്കറിയില്ല. എത്ര പേരുണ്ടായിരുന്നെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളുടെ കാറിന് മുന്നിലേക്ക് എടുത്തു ചാടി അവന്മാർ വണ്ടി തടഞ്ഞു നിർത്തിയതിനു ശേഷം ഡോറ് തുറന്ന് എന്നെ പുറത്തേക്ക് ഇറക്കി. പിന്നെ നിലത്ത് നിർത്തിയിട്ടില്ല, ആകാശത്ത് മാത്രമായിരുന്നു ഞാൻ ഇങ്ങനെ നിന്നത്. അമ്മാനമാടുകയായിരുന്നു അവന്മാര്. ഓ, എന്തൊരു തല്ലായിരുന്നെന്നറിയാവോ? തല്ലെന്ന് പറഞ്ഞാൽ ഇതാണ് തല്ല്. ഹോ, എന്റെ ദേഹം ആസകലം നുറുക്കി കളഞ്ഞില്ലേ അവന്മാര് എന്ന് പറഞ്ഞ് സാവിത്രി അങ്ങനെ വിഷമിച്ചങ്ങനെ പറയുമ്പോ എല്ലാവർക്കും ആകെ സങ്കടമായി. അപ്പോഴാണ് നന്ദിനി എടുത്തിയും വേഗം തന്നെ അവിടേക്ക് വന്നെത്തിയത്. ഓട്ടോയിൽ വന്നിറങ്ങിയ നന്ദിനി ഉടനെ തന്നെ അരികിലേക്ക് എത്തി. സാവിത്രിയുടെ അവസ്ഥ കണ്ടിട്ട് അരികിലേക്ക് ഓടി വന്ന് ചോദിച്ചു, സാവിത്രിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ എന്നൊക്കെ നന്ദിനിയെ എടുത്ത് ചോദിച്ചതും സാവിത്രി ദേഷ്യത്തോടെ നന്ദിനിയെ കൈ ചൂണ്ടി പറഞ്ഞു, ഇവൾ ഒറ്റയൊരുത്തിയ ഇതിനെല്ലാത്തിനും കാരണം എന്ന് നന്ദിനിയെ ചൂണ്ടി സാവിത്രി ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, സത്യത്തിൽ ഞാനല്ലേ എന്റെ അമ്മയെ ഇതിനെ പറഞ്ഞയച്ചത്? ബാങ്കിലേക്ക് കൂട്ടുവരാനായി അമ്മയോട് പറഞ്ഞത് ഞാനല്ലേ? ഞാനാ ഇതിന് കാരണക്കാരൻ എന്ന് സാവിത്രിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ താനാണെന്ന് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കാർത്തിക് നിൽക്കുന്നത് കണ്ട് മീനാക്ഷി പറഞ്ഞു, എ സി പി അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനവൻ ചെയ്യുന്നതിനുള്ള തെറ്റ് അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പോ അമ്മായിക്ക് സംഭവിച്ചതെന്ന് മീനാക്ഷി പറഞ്ഞു. അത് കേട്ട കാർത്തിക് പറഞ്ഞു, കുറെ നേരമായി നീ എന്റെ അമ്മയെ കളിയാക്കുന്നു, അത് വേണ്ട എന്ന് പറഞ്ഞ് കാർത്തിക് ദേഷ്യപ്പെട്ടു. ഉടനെ തന്നെ കാർത്തികിന്റെ ആ സംസാരം എല്ലാം കേട്ടങ്ങനെ നിൽക്കുമ്പോ സാവിത്രി പറഞ്ഞു, എന്നെ ഈ അവസ്ഥയൊക്കെ മാറും. അന്ന് ഈ പരിഹസിക്കുന്നവർക്കൊക്കെ ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉടനെ രാമേട്ടൻ പറഞ്ഞു, അതെ മീനാക്ഷി, ചവിട്ടി കുത്തരുത് കേട്ടോ. ഞാൻ കൊടുക്കേണ്ടത് മറ്റാരൊക്കെയോ കൊടുത്തു, അതാണ് എന്റെ സങ്കടം എന്ന് രാമേട്ടൻ പറയുന്നത് കേട്ടതോടെ സാവിത്രി ദേഷ്യപ്പെട്ടു. രാമേട്ടനും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സാവിത്രി അങ്ങനെ നോക്കുമ്പോ രാജലക്ഷ്മി ചോദിച്ചു, അപ്പോ ആ സ്വർണം മുഴുവൻ അവർ കൊണ്ടുപോയല്ലേ എന്ന് വിഷമത്തോടെ രാജലക്ഷ്മി അമ്മ ചോദിച്ചതും സാവിത്രി പറഞ്ഞു, ഒരു മുട്ടുകമ്മല് പോലും അവന്മാർ എനിക്ക് തന്നില്ല, മൊത്തം അവന്മാര് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. വിഷമത്തോടെ അങ്ങനെ സാവിത്രി പറയുന്നത് കേട്ട് മാലതി പറഞ്ഞു, അല്ലെങ്കിലും ചെമ്പകമംഗലത്തെ എല്ലാവർക്കും അവകാശപ്പെട്ട സ്വത്തായിരുന്നില്ലേ അത് മുഴുവൻ? അതൊന്നും ആരോടും ചോദിക്കാതെ വെറുതെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലെല്ലാം ചെയ്തില്ലേ? അതാണ് ഇപ്പൊ ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് മാലതി കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചതും പെട്ടെന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞു, എന്തായാലും ആഭരണം മുഴുവൻ പോയില്ലേ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് വിഷമത്തോടെ സാവിത്രിയും രാജലക്ഷ്മി അമ്മ പറയുമ്പോ അത് കേട്ട നന്ദിനി പറഞ്ഞു, അമ്മ അങ്ങനെ വിഷമിക്കണ്ട, ആ ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലമ്മേ. അത് കേട്ട ഉടനെ എല്ലാവർക്കും ആകെ അതിശയമായി. അപ്പോഴേക്കും രാമേട്ടൻ ചോദിച്ചു, ആഭരണങ്ങൾ നഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അതെങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ നന്ദിനി പറഞ്ഞു, അമ്മ എന്നെ ഏൽപ്പിച്ച ആഭരണങ്ങൾ ഭദ്രമായി അമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ തന്നെ അമ്മയുടെ കയ്യിൽ തിരിച്ചു കൊണ്ട് തരുമെന്ന് ഞാൻ തീരുമാനിച്ചു. സാവിത്രി അതുകൊണ്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തന്റെ കയ്യിലിരുന്ന ആ കവറ് രാജലക്ഷ്മി അമ്മയുടെ നേരെ മീനാക്ഷി
നന്ദിനി നീട്ടുന്നു. ദാ ഇതിലുണ്ടമ്മേ ആഭരണങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് ലോക്കറിൽ നിന്ന് അത് എടുത്ത ഉടനെ തന്നെ ഞാൻ അതെല്ലാം എന്റെ ബാഗിലാക്കിയിരുന്നു എന്ന് നന്ദിനി പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദിനി തന്റെ കയ്യിലിരുന്ന ആ കവർ രാജലക്ഷ്മി അമ്മയെ ഏൽപ്പിച്ചു. അമ്മ ഇതാ നോക്കിക്കേ എന്ന് പറഞ്ഞതും രാജലക്ഷ്മി അമ്മ വേഗം അതെടുത്ത് നോക്കി. അപ്പോഴേക്കും എല്ലാം തന്നെ ഉണ്ട് എന്ന് രാജലക്ഷ്മി അമ്മ സന്തോഷത്തോടെ എല്ലാവരെയും നോക്കി തലകുലുക്കുമ്പോ സാവിത്രി പറഞ്ഞു, അത് ശരി. അപ്പോ ഉള്ള അടിയും തല്ലും നാണക്കേടും മാനക്കേടും ഒക്കെ എനിക്ക് മിച്ചം അല്ലെ എന്ന് പറഞ്ഞ് സാവിത്രി അങ്ങനെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ സാവിത്രിയുടെ അവസ്ഥ കണ്ട് രാമേട്ടനും മീനാക്ഷിയും മാലതിയും ചിരിക്കുന്നു. പിന്നീട് രാമേട്ടനും കാർത്തിക്കും കൂടി സാവിത്രിയെ പതിയെ പിടിച്ചുകൊണ്ട് അവിടെ ആ സെറ്റിയിലേക്ക് കൊണ്ടുവന്നിരുത്തു. ഇരിക്കുമ്പോഴെല്ലാം ദേഹത്തിന് വല്ലാതെ വേദന എടുക്കുന്നു എന്ന് സാവിത്രിയെ പറഞ്ഞു. ഈ സമയത്ത് കാർത്തിക് പറഞ്ഞു, അമ്മേ അമ്മ സൂക്ഷിക്കണം. അമ്മ ഇനി ഒന്നിനും ഇവിടുന്ന് എഴുന്നേക്കണ്ട. അമ്മയ്ക്ക് ദേഹമാകെ വല്ലാത്ത വേദന തോന്നും. അതുകൊണ്ട് തന്നെ നന്നായി ദേഹം ഇളകിയത് കൊണ്ട് അമ്മ നന്നായി റെസ്റ്റ് എടുക്കണം. എന്താവശ്യമുണ്ടെങ്കിലും അമ്മ പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് കഴിക്കാനും മറ്റു കാര്യത്തിനും ഒക്കെ ഇവിടെ ഞങ്ങൾ സാധനങ്ങൾ കൊണ്ട് തന്നോളാം. ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നോളാം. അമ്മ ഒന്നിനും ദേഹം അനക്കരുത് എന്ന് അറിയിച്ചു. ശരി മോനെ എന്ന് പറഞ്ഞ് കാർത്തികനോട് പൊയ്ക്കൊള്ളാനായി പറയുമ്പോ രാമേട്ടൻ വേഗം സാവിത്രി അരികിലേക്ക് എത്തി പറഞ്ഞു, എന്റെ പൊന്ന് സാവിത്രി, കുറച്ചു ദിവസത്തേക്കെങ്കിലും നിന്റെ ആ നാക്കിനൊരു റെസ്റ്റ് ഉണ്ടാകുമല്ലോ, അത് തന്നെ ആശ്വാസം എന്ന് പറഞ്ഞതും രാമേട്ടനെ കലിയോടെ നോക്കുന്നു സാവിത്രി. അപ്പോഴേക്കും രാമേട്ടൻ വേഗം സാവിത്രി അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല സാവിത്രി, നിനക്ക് എന്തെങ്കിലും വേണോ? മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലും? നീ ഈ സമയം രാമായണോ മറ്റോ നിനക്കിപ്പോ വേണോ? അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കല്ലേ, ഈ സമയത്ത് വേണമെങ്കിൽ രാമായണ കഥയൊക്കെ വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോ ഉടനെ സാവിത്രി പറഞ്ഞു, ഹേ അതൊന്നും വേണ്ട, ഞാനേ എന്റെ മൊബൈൽ ഫോണിലെ നല്ല കൊലപാതക സീരീസ് ഒക്കെ കണ്ടോളാം എന്ന് സാവിത്രി പറഞ്ഞത് കേട്ട് രാമേട്ടൻ പറഞ്ഞു, ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ പറഞ്ഞ് രാമേട്ടന്റെ നേരെ കൈ ഉയർത്തി അങ്ങനെ സാവിത്രി നിൽക്കുമ്പോ രാമേട്ടൻ കൈക്കിട്ട് തല്ലാനാണ് കൈ ഉയർത്തി എന്നുള്ള ചിന്താഗതിയിൽ രാമേട്ടൻ അരികിലേക്ക് ചെന്ന് ഹായ് എന്ന് പറഞ്ഞ് ആ കൈക്കിട്ട് ഒരു തട്ട് കൊടുത്തു. അപ്പോഴേക്കും സാവിത്രി വേദന കൊണ്ട് ഓ എന്റെ രാമേട്ട എന്ന് വിളിച്ച് നിലവിളിക്കുന്നു. അതിനുശേഷം രാമേട്ടൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മീനാക്ഷി ഒരു പ്ലേറ്റിൽ ചിക്കൻ വറുത്തതൊക്കെ ആയിട്ട് മീനാക്ഷി നേരെ വന്ന് സാവിത്രിയുടെ മുന്നിൽ വന്നിരുന്ന് കഴിക്കണം. സാവിത്രി അത് കണ്ട് ദേഷ്യത്തോടെ നോക്കുമ്പോ മീനാക്ഷി ചോദിച്ചു, അല്ലമ്മേ അമ്മായിക്ക് എന്തൊക്കെയാ കഴിക്കാൻ പറ്റുന്നത്? അല്ല പൊടിയരിക്കഞ്ഞിയും ചമ്മന്തി ആയിരിക്കും അല്ലെ? തോരൻ പോലും കഴിക്കാൻ പറ്റുമെന്ന്, പയറുതോരൻ പോലും കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അപ്പുറത്ത് നന്ദിനിയും രാജലക്ഷ്മി അമ്മയും കൂടെ അവിടേക്ക് എത്തിയത്. മീനാക്ഷി അപ്പോഴേക്കും തന്റെ കയ്യിലിരുന്ന ചിക്കൻ പീസ് കാണിച്ചിട്ട് പറഞ്ഞു, ഓ എന്തൊരു ടേസ്റ്റ് ആകട്ടോ, ഇത് പറയാതിരിക്കാൻ വയ്യ, എന്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന അറിയോ, നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോ തന്നെ മുന്നിൽ വന്ന് മീനാക്ഷി ഇത് കഴിക്കുന്നത് കണ്ട് സാവിത്രി ചോദിച്ചു, നീ എന്നോട് പകരം വീട്ടുക അല്ലേടി എന്ന് അന്വേഷിച്ചു. അതെ, പകരം വീട്ടുക തന്നെയാ. നിങ്ങൾ എന്നോട് ഒരടി തന്നാൽ ഞാൻ നിങ്ങൾക്ക് 10 അടി തിരിച്ചു തരും, നോക്കിക്കോ എന്ന് പറഞ്ഞ് മീനാക്ഷി അത് വേഗം കഴിക്കുന്നത് കാണിച്ചങ്ങനെ സാവിത്രിയുടെ മുന്നിൽ ഇരിക്കുമ്പോ അവിടെ ഇരുന്ന നന്ദിനി വിഷമത്തോടെ രാജലക്ഷ്മിയമ്മയോട് പറഞ്ഞു, അമ്മേ മീനാക്ഷിയോട് പറ, വെറുതെ സാവിത്രിയുടെ മുന്നിൽ ചെന്നിങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന്, ഈ ഒരു അവസ്ഥയിൽ പ്രതികാരം ഒന്നും കാട്ടരുതെന്ന് പറയാമേ എന്ന് രാജലക്ഷ്മി അമ്മയോട് നന്ദിനി ആവശ്യപ്പെടുമ്പോ രാജലക്ഷ്മി അമ്മ പറഞ്ഞു, അതെ അവള് അത് അനുഭവിക്കേണ്ടത് തന്നെയാ. അതുപോലാണല്ലോ മീനാക്ഷിയോട് അവൾ പെരുമാറിയിരുന്നത്. അതുകൊണ്ട് അവളുടെ പെരുമാറ്റത്തിന് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് ഇതെല്ലാം. അത് അവൾക്ക് കിട്ടുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ അങ്ങനെ നിന്നു. അപ്പോഴേക്കും തന്റെ കയ്യിലിരുന്ന പ്ലേറ്റിലുള്ള ആ ചിക്കൻ പീസ് ഓരോന്നും എടുത്ത് വളരെ സ്വാദോടെ സാവിത്രിയുടെ മുന്നിൽ കൊതിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചിക്കൻ പീസ് വലിച്ചു പറിച്ചങ്ങനെ തിന്ന് കാണിക്കുകയാണ് മീനാക്ഷി. ആ കാഴ്ച കണ്ട് സാവിത്രിയുടെ നാവിലൂടെ കപ്പലോടുകയും സാവിത്രി എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നിന്ന് അത് എടുക്കാൻ പറ്റാത്തതിന്റെ വേദനയിൽ തനിക്ക് കിട്ടിയ അടിയെല്ലാം ഓർത്ത് സങ്കടത്തോടെയും ഇതിൽ നിന്ന് ഞാൻ ഉടനെ തന്നെ പുറത്തു വരും, അപ്പോ ഇതിനൊക്കെ ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സാവിത്രി ഇരുന്നു. ആ സമയത്ത് നന്ദിനി വേഗം തന്റെ റൂമിലേക്ക് പോകുമ്പോ പുറത്തു നിന്ന് ജയരാമൻ നന്ദിനിയെ കണ്ടു. ഇത് അമ്മയും മോളും കൂടിയുള്ള ഒത്തുകളിയാണല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ നന്ദിനി ചോദിച്ചു, ഏതമ്മയും മോളും, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് ചോദിച്ചിട്ടും ഞാൻ അമ്മയും മോളും എന്ന് ഉദ്ദേശിച്ചത് അമ്മ എന്റെ അമ്മയും മോള് ദേവിയുമാണ് എന്ന് പറഞ്ഞപ്പോ അല്ല എന്ത് കളിയാ ഞാൻ ഒത്തുകളിച്ചെന്ന് പറയുന്നത് എന്ന് നന്ദിനി ജയരാമനോട് അന്വേഷിച്ചു. ജയരാമൻ പറഞ്ഞു, അതെ നന്ദിനി, ഗിരീഷ് ഇവിടെ വന്ന് താമസിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല.
എനിക്ക് അതിനോട് എതിർപ്പ് തന്നെയാണ് എന്ന് ജയരാമൻ അറിയിച്ചതും നന്ദിനി പറഞ്ഞു, ഗിരി ഇവിടെ വന്ന് താമസിക്കണമെന്ന് ഞാനും നിർബന്ധം പിടിച്ചിട്ടില്ല, അതൊക്കെ അമ്മയുടെ തീരുമാനമാണ് എന്ന് പറഞ്ഞപ്പോ ജയരാമൻ പറഞ്ഞു, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല, അക്കാര്യം നന്ദിനിക്ക് അമ്മയോടൊന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചിട്ടും, അങ്ങനെയാണെങ്കിൽ ജയേട്ടൻ അക്കാര്യം അമ്മയോട് പറഞ്ഞൂടെ എന്ന് നന്ദിനി ചോദിച്ചപ്പോ, ഇക്കാര്യം ഞാൻ അങ്ങനെ പറയും, നന്ദിനിക്ക് അത് പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോ നന്ദിനി പറഞ്ഞു, എനിക്കതൊന്നും പറയാൻ കഴിയില്ല, ഇക്കാര്യത്തിൽ അമ്മ എടുക്കുന്ന തീരുമാനങ്ങളെ ഒരിക്കലും ഞാൻ ചോദ്യം ചെയ്യുകയോ അതിനോട് എതിർക്കുകയോ ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോ ജയരാമൻ പറഞ്ഞു, ദേവി, ഞാനിപ്പോഴും ദേവിയുടെ കാര്യത്തിൽ ഞാൻ വളരെ പോസിറ്റീവാണ്, അതുകൊണ്ടാണ് ഞാൻ ദേവിയോട് അങ്ങനെ സംസാരിച്ചത്, ദേവിയുടെ അടുത്തിടപഴകുന്നതും ദേവിയുടെ കൂടുതൽ സ്വാതന്ത്ര്യം അയാൾ കാണിക്കുന്നതും എനിക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് പറഞ്ഞപ്പോ ജയരാമനോട് നന്ദിനി പറഞ്ഞു, ഓഹോ അത് ശരി, അപ്പോ ജയേട്ടൻ എന്റെ മുന്നിൽ, എന്റെ ഭർത്താവായിരുന്ന സമയത്ത് എന്റെ മുന്നിലേക്ക് മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തി അവളെയും കൂട്ടിക്കൊണ്ട് എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ എനിക്കുണ്ടായ വേദനയും സങ്കടവും എത്രത്തോളമാണെന്ന് ചേട്ടൻ അറിയില്ല അല്ലെ? എനിക്ക് ഈ പൊസസീവ് എന്ന് പറയുന്നതൊന്നും എനിക്കില്ല എന്നാണോ ചേട്ടൻ കരുതുന്നത്? എന്റെ ഭർത്താവ് എന്നുള്ള പൊസസീവ്നെസ് എനിക്ക് ഇല്ലായിരുന്നെന്നാണോ ജേട്ടൻ പറയുന്നത്? അന്ന് ഞാൻ അനുഭവിച്ച വേദന എത്രയാണെന്നൊന്നും ജേട്ടന് അറിയാൻ സാധിക്കില്ല. അതിപ്പോ ചേട്ടനല്ല ഒരാൾക്കും മനസ്സിന്റെ വേദനയും നീറ്റലും പെടച്ചിലും എത്രയായിരുന്നെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നന്ദിനി വിഷമത്തോടെ ജയരാമൻ തന്നോട് ചെയ്ത ആ തെറ്റ് തനിക്കൊരിക്കലും പൊറുക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടുന്ന് റൂമിലേക്ക് പോയി. അപ്പോഴേക്കാണ് ജയരാമൻ എന്തു പറഞ്ഞ് നന്ദിനിയെ ആശ്വസിപ്പിക്കുമെന്നും തന്റെ ഭാഗത്തുള്ള ശരി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ വേദനയിൽ ജയരാമൻ നോക്കുന്നു. അപ്പോഴാണ് രാത്രി വളരെയായി കഴിയുമ്പോൾ നന്ദിനി മീനാക്ഷിയെ കാണുവാനായി അതിരിനരികിലായി വന്നതെന്നു. മീനാക്ഷി അപ്പോഴേക്കും കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കാനായി കയ്യിലെടുത്തുകൊണ്ട് വന്ന് നിൽക്കുന്ന നേരത്തെ മീനാക്ഷിയെ അരികിലേക്ക് നന്ദിനി വിളിപ്പിച്ചു. മോളെ മീനാക്ഷി എന്ന് വിളിച്ചതും എന്താ അമ്മേ എന്ന് ചോദിച്ച് മീനാക്ഷി നന്ദിനിക്ക് അരികിലേക്ക് എത്തി. നന്ദിനി പറഞ്ഞു, മോളെ ഇന്ന് ഞങ്ങൾ ബാങ്കിൽ പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് അവിടെ വെച്ച് താൻ മൈഥിലിയെ കണ്ടുവെന്നും മൈഥിലിയുടെ വീട് അന്വേഷിച്ച് താൻ പോയ വിവരവുമൊക്കെ നന്ദിനി അറിയിച്ചു. ഇതാണ് ആ അഡ്രസ്സ് എന്ന് പറഞ്ഞ് അവരുടെ അഡ്രസ്സ് ഞാൻ കൈക്കലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ അഡ്രസ്സ് മൈഥിലിക്ക് നേരെ നീട്ടുകയാണ് മീനാക്ഷി. അത് കണ്ടതോടെ മീനാക്ഷി പറഞ്ഞു, അമ്മ ഇത് തന്നെയാണ് ആ മണിയമ്മയുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോളുടെ സംശയം ശരി തന്നെയാണ്, അവിടെ ആ മൈഥിലി ഉണ്ട്, അത് തീർച്ചയാണ് എന്ന് നന്ദിനി മീനാക്ഷിയോട് അറിയിച്ചു. എന്തായാലും മോളെ നാളെ തന്നെ നീ പോയി ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞതും മീനാക്ഷി പറഞ്ഞു, ഞാൻ നാളെ തന്നെ പോവുമേ, എനിക്ക് അമ്മയ്ക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി തരാമെന്ന് ഏറ്റത് ആ സ്ത്രീയാണ്, അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് നാളെ ഞാൻ അവിടെ വരെ പോകുന്നുണ്ട്. അപ്പോഴേക്കും മൊത്തത്തിൽ ചുറ്റുപാടെല്ലാം നോക്കിയിട്ട് നന്ദിനി പറഞ്ഞു, മോളെ എല്ലാം വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു, അമ്മേ പേടിക്കണ്ട, ഞാൻ വളരെ സൂക്ഷിച്ചേ എല്ലാം ചെയ്യും, എന്തായാലും നമ്മൾ ഒരുക്കിയ കെണിയിലേക്ക് ആ മൃഗം വന്ന് കുടുങ്ങുക തന്നെ ചെയ്യും, അത് തീർച്ച എന്ന് നന്ദിനിയെ നോക്കി മീനാക്ഷി പറയുന്നു. പിറ്റേന്ന് രാവിലെ മീനാക്ഷി പോകാനായി റെഡിയായി കുഞ്ഞിന്റെ അരികിലേക്ക് എത്തി. എന്റെ ചക്കരവാവേ, ഇന്ന് അമ്മയെ പോകുന്നത് എവിടേക്കാണെന്നറിയാവോ? എന്റെ പൊന്നു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ തന്നെ ഇവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞവളില്ലേ, ആ രാക്ഷസി, അവളെ പിടികൂടാൻ പോവാ. അവളെ പിടികൂടി എന്താ കുഞ്ഞാ ചെയ്യേണ്ട ഞാൻ എന്ന് ചോദിച്ചതും അവക്കിട്ട് 2 ഇടി കൊടുത്താലോ എന്ന് ചോദിച്ചതും ആ എന്ന് കുഞ്ഞ് കരയുന്നത് കേട്ട്, അങ്ങനെ പറയുന്നത് കേട്ട് വലിയ സന്തോഷത്തോടെ മീനാക്ഷി ചോദിച്ചു, ആഹാ, അപ്പോ നിനക്കതിൽ സന്തോഷമുള്ളല്ലേ? എന്തായാലും അമ്മയ്ക്കൊരു സംശയം മാത്രമാ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ആ രാക്ഷസിയെ പിടികൂടും കേട്ടോ. പക്ഷേ എന്റെ ചക്കരമുത്തിനെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകും, അതാ അമ്മയ്ക്ക് വിഷമം. എന്റെ അമ്മയും മുത്തശ്ശിയാണെങ്കിൽ എന്റെ പൊന്നിനെ പൊന്നു പോലെ നോക്കിയേനെ. പക്ഷെ ഇവിടെയുള്ളത് മോളുടെ അച്ഛനെ ഒരു കാർക്കോടകനല്ലേ, ആ കാർക്കോടകൻ അതിനൊന്നും സമ്മതിക്കില്ലല്ലോ. പിന്നെ ആകെയുള്ളത് അച്ഛമ്മ എന്ന് പറയുന്ന ആ പോയിസണാണ്. എന്താ ചെയ്യുക എന്നറിയില്ല. ഒരു നമ്പര് അമ്മ ആലോചിച്ചിട്ടുണ്ട്, അത് പ്രയോജനപ്പെടുമോന്ന് നോക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് മീനാക്ഷി വേഗം എഴുന്നേറ്റ് കുറച്ചു നേരത്തേക്ക് എന്താ താൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു.